ഒരു 2-3 ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ആ ഏരിയസ് ഒക്കെ അവർ കുറച്ചുകൂടെ നമ്മുടെ ആൻജിയോ ആപ്റ്റിറ്റ്യൂഡ് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്താ നമ്മൾ കേട്ട് പരിചയമുള്ള അല്ലാത്ത കുറച്ച് ടൈപ്സ് തിങ്കേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബേസ്ഡ് മീൻസ് ജനറൽ തിങ്കേഴ്സ് അല്ലാണ്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറേ തിങ്കേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഇല്ല. നമ്മൾ ഓൾറെഡി ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഇത് തന്നെ എളുപ്പം. ഇന്ന് മെയ് 19 ഞങ്ങൾ എത്തിയിരിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാം സെന്ററിലാണ്. ഇവിടെ വെച്ചിട്ടാണ് HSST ബോട്ടണി സ്റ്റുഡൻസിന്റെ എക്സാം നടക്കുന്നത്. സോ എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നോ ഈസി ആയിരുന്നോ എന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. കമോൺ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുറച്ച് ഈസി ആയിട്ട് തോന്നി. കുറച്ചുകൂടി പഠിച്ച കുട്ടികൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. പിന്നെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 10-60 സംതിങ് ആണ് ചെയ്തത്. എനിക്ക് വേണം ഒരു 100 ക്വസ്റ്റ്യൻസ് വരെ അറ്റൻഡ് ചെയ്ത കുട്ടികളുണ്ട് എന്ന് തോന്നുന്നു. കാരണം നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ബോട്ടണി ആയിരുന്നു ഞാൻ എഴുതിയ സബ്ജക്റ്റ്. കമ്പാരിറ്റേറ്റീവ്ലി കുഴപ്പമില്ലായിരുന്നു. ഇതിനു മുമ്പൊക്കെ എഴുതിയ എക്സാമിനേക്കാളൊക്കെ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, എത്ര എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റി? ഏകദേശം ഞാനൊരു 83 ചെയ്തിട്ടുണ്ട്. 83 അപ്പോൾ ഉറപ്പുണ്ട് ഏകദേശം അല്ലേ? ഉറപ്പെന്ന് പറയാൻ പറ്റുന്നില്ല, എന്നാലും മൈനസ് ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നില്ല. എളുപ്പമായിരുന്നു. സിലബസ് നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് വന്നത്. ഓക്കെ, അതിൽ നമ്മുടെ മറ്റേ ജനറ്റിക്സ്, എവല്യൂഷൻ, അതുപോലെ മോളിക്കുലർ ബയോളജി അതിനൊക്കെ ഇല്ല, എവല്യൂഷൻ സോഷ്യോളജി റിലേറ്റഡ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ജനറൽ പേപ്പറും ഇതും സബ്ജക്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരുന്നു കുറച്ചുകൂടെ എളുപ്പം? നമ്മുടെ സബ്ജക്ട് പേപ്പർ ആയിരുന്നു എളുപ്പമായിരുന്നു. സബ്ജക്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് ടഫ് ആയതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അല്ലേ? നമ്മുടെ സബ്ജക്റ്റ് ആണോ ഏതായിരുന്നു കുറച്ച് കമ്പാരിറ്റീവ്ലി ഈസി ആയി തോന്നിയേ? സബ്ജക്റ്റ് ആയിരുന്നു. ഇൻഡെപ്ത് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യത്തേനേലും എളുപ്പമായിരുന്നു അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഒരുപാട് വന്നിട്ടുണ്ടോ? കുഴപ്പിക്കുന്ന രീതിയിൽ വന്നിട്ടില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ക്വസ്റ്റ്യൻ കണ്ടിട്ട് വലിയ കുഴപ്പിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും തോന്നിയില്ല. നമുക്ക് ഡയറക്റ്റ് ഇപ്പം ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇനി കട്ട് ഓഫ് കൂടുമെന്ന് അറിയത്തില്ല. അത്യാവശ്യം പഠിച്ചവർക്കൊക്കെ എടുക്കാം. പിന്നെ അധികം നമ്മൾ സ്ട്രെസ് കൊടുക്കുന്ന ഏരിയാസിനേക്കാളും കുറച്ചുകൂടെ അല്ലാത്ത കുറച്ച് സൈഡിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അല്ലാത്ത സൈഡ് മീൻസ് ഈസി ലെവലാണോ ഉദ്ദേശിച്ചത്? ഈസി ലെവൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ സ്ട്രെസ് കൊടുത്ത് കുറച്ച് ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുന്ന ഏരിയാസിലൊക്കെ കുറച്ച് കുറവായിരുന്നു. അങ്ങനെ തോന്നി. അങ്ങനെയാണ്. നമ്മുടെ ജനറ്റിക്സിനും മോളിക്കുലർ ബയോളജി സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഒരു റേഷ്യോ കണ്ടുപിടിക്കുന്ന മോളിക്കുലർ ബയോളജി കുറച്ച് ഒരു 2-3 ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ആ ഏരിയസ് ഒക്കെ അവർ കുറച്ചുകൂടെ നമ്മുടെ ആൻജിയോ, ബ്രയോ, ടെറിഡോ ആ ഏരിയ എന്നൊക്കെ നമുക്കൊരു 1-2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അത്രയും വിചാരിച്ച കണക്കിന് ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. കുഴപ്പമില്ലായിരുന്നു അല്ലേ? ജനറൽ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു? ജനറൽ പേപ്പർ കുഴപ്പമില്ലായിരുന്നു. പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കിട്ടും. ഒരുപാട് ഡെപ്തിലൊന്നുമല്ല, നമുക്ക് അറിയാവുന്ന അങ്ങനെയുള്ള ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, അങ്ങനെ റിനൈസൻസിന്റെ ഭാഗം. ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടല്ല വന്നത്. ബുദ്ധിമുട്ടായിരുന്നു. അതെ, നമ്മൾ പ്രതീക്ഷിച്ച ഏരിയാസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ? എല്ലാ ഏരിയാസിൽ നിന്നും ഉണ്ടായിരുന്നു. ജനറലിലും അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. റിസർച്ച് മെത്തഡോളജി ഒക്കെ ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്? അത് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്താ നമ്മൾ കേട്ട് പരിചയമുള്ള അല്ലാത്ത കുറച്ച് ടേംസ് വന്നിട്ടുണ്ടായിരുന്നു. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡോ? അത് കുഴപ്പമില്ലായിരുന്നു. റിസർച്ച് മെത്തഡോളജി അത് കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിരുന്നു. വെയിറ്റേജിനനുസരിച്ചിട്ട് തന്നെയാണോ വന്നത് ക്വസ്റ്റ്യൻസ് ഒക്കെ? കുറേയൊക്കെ വെയിറ്റേജിനനുസരിച്ചിട്ടാണ് വന്നത്. എല്ലാ മൊഡ്യൂളിനും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു രീതിയിൽ തന്നെയാണോ? മൊഡ്യൂള് അതനുസരിച്ചിട്ട് തന്നെയാണ്. ബേസിക് ആയിട്ടുള്ള ഹിസ്റ്ററി ബേസ്ഡ്, പൊളിറ്റിക്സ് ബേസ്ഡ്. ഹിസ്റ്ററി കുറവായിരുന്നു, പൊളിറ്റിക്സ് ആണ്. സോഷ്യോളജി ആണ് അല്ലേ സബ്ജക്ട്? സോഷ്യോളജിയാണ്. അപ്പോൾ തിങ്കേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബേസ്ഡ് മീൻസ് ജനറൽ തിങ്കേഴ്സ് അല്ലാണ്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറേ തിങ്കേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെയാണ് വന്നത്. ജനറൽ പേപ്പറിലോ അത്യാവശ്യം കോൺസ്റ്റിറ്റ്യൂഷൻ, റിനൈസൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെയാണ് ഓർമ്മ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായി നല്ലോണം തന്നെ.